കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ഞ് ആർമി ഫ്ളാറ്റ് ടവറുകൾ പൊളിച്ച് പുതിയ നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മരട് ഫ്ളാറ്റ് പൊളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതേപോലൊരു സംഭവം കൊച്ചിയിലെ വൈറ്റിലയിൽ നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് കോടതി പറഞ്ഞു. ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പണം കൊടുക്കണം. ഇതിനായി എറണാകുളം ജില്ലാ കളക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്യാം, എപ്പോഴാണ് കോടതി വിധി ഉണ്ടായത്? എന്താണ് ഈ ഫ്ളാറ്റ് പൊളിക്കാനുള്ള കോടതി വിധി വരാൻ കാരണം? ഇതിന്റെ പശ്ചാത്തലം എന്താണ്? എത്ര ആളുകൾ അവിടെ താമസമുണ്ട്? കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. കാരണം ഈ ഫ്ളാറ്റുകളുടെ നിർമ്മാണം ശരിയായ രീതിയിലല്ല. താമസക്കാർക്ക് ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫ്ളാറ്റിൻ്റെ മുകൾ തട്ടിൽ നിന്ന് ഭാഗങ്ങൾ കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്നു, തലയിലേക്ക് ഉൾപ്പെടെ വീഴുന്നു. അങ്ങനെ നിരവധി പരാതികളാണ് നിർമ്മാണത്തെക്കുറിച്ച് ഉയർന്നിരുന്നത്. ഇത് കേസാവുകയും പിന്നീട് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു. പരാതിക്കാർ കൃത്യമായി ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഈ ഫ്ളാറ്റിലെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചന്ദ്രകുഞ്ച് എന്ന് പറയുന്ന ഈ ഫ്ളാറ്റിലെ BC ടവറുകൾ പൊളിക്കണം എന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് ഹൈക്കോടതിയിലെ വിധി വൈകുന്നേരം വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണം. അതിനു പുറമെ ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. SKN പറഞ്ഞ പോലെ തന്നെ മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച സമാനമായ സാഹചര്യം കൊച്ചിയിൽ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ആ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ 2 ആഴ്ചക്കകം എറണാകുളം ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചു കൂട്ടണം, സമിതി രൂപീകരിക്കണം, അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഏതായാലും ഈ ടവർ, അത് 3 ടവറുകളാണ് ഈ ഫ്ളാറ്റിലുള്ളത്. അതിലെ BC എന്നീ ടവറുകൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഫ്ളാറ്റിൻ്റെ മുന്നിലാണ്. ഇതിന് പുറകുവശമുള്ള ആ 2 ടവറുകളാണ് പൊളിച്ചു നീക്കേണ്ടത്. അത് നിർമ്മാണത്തിലെ പോരായ്മകൾ മൂലം മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരാതിക്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ ആരായിരുന്നു പരാതിക്കാർ? എന്തായിരുന്നു അവർ ആ പരാതിയിൽ പറഞ്ഞിരുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? SKN ഈ ഫ്ളാറ്റിലെ താമസക്കാർ, അതായത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളും അടക്കമുള്ളവർ തന്നെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പരാതിക്കാർ. രാജ്യസേവനത്തിന് ശേഷം അവരുടെ ഹൗസിംഗ് വെൽഫെയർ സൊസൈറ്റി നിർമ്മിച്ച ഫ്ളാറ്റിലെ നിർമ്മാണത്തിലെ പോരായ്മകൾ, അതിൽ അഴിമതി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ആരോപണം അവർ ഉയർത്തിയിരുന്നു. ഇത് പരാതിയായി അധികൃതർക്ക് മുന്നിൽ ആദ്യം എത്തി. പക്ഷേ ആ പരാതികൾ വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടില്ല. അതോടുകൂടിയിട്ടാണ് അത് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒടുവിൽ കോടതി പലതവണ ആ പരാതി കേട്ട് അത് പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയ ശേഷവും കൃത്യമായ ഒരു നടപടി ഉണ്ടാകാതിരുന്നതോടു കൂടിയിട്ടാണ് ആ പരാതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഉണ്ടാകുന്നത്. അതിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച BC എന്നീ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ അവർ മാധ്യമങ്ങളെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മരട് ഫ്ളാറ്റ് പൊളിക്കലിന് ശേഷം ഈ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ കേസിൽ ഫ്ളാറ്റുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയും അവിടെ പകരം സംവിധാനം ഒരുങ്ങുന്നതുവരെ ആ പരാതിക്കാർക്ക് വാടകയും താമസ സൗകര്യവും ഉറപ്പാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം. നിലവിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഒഴിഞ്ഞു പോയവരാണ് കൂടുതലും ഉള്ളത്. കാരണം തലയുടെ മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്നു, മറ്റ് സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾ ഇവിടെ ഉണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നാളെ പരാതിക്കാർ മാധ്യമങ്ങളുമായി പങ്കുവെക്കുമെന്നുള്ളത് തന്നെയാണ് SKN അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ ഈ മരട് ഫ്ളാറ്റ് പൊളിച്ചതിൻ്റെ ആ ചിത്രങ്ങൾ നമുക്കൊരിക്കലും ആ ദൃശ്യങ്ങൾ മറന്നുപോകാൻ കഴിയില്ല. അതേപോലൊരു ചിത്രത്തിൻ്റെ തനിയാവർത്തനമായിരിക്കുമോ ഇനി ഉണ്ടാകാൻ പോകുന്നത്? ഈ ഫ്ളാറ്റ് പൊളിക്കാതെയുള്ള സാഹചര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം കൊണ്ടാണോ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ളാറ്റിൻ്റെ ഈ ഫ്ളാറ്റ് കണ്ടാൽ തന്നെ അറിയാം SKN, ഇത് ഒരു 3 ഫ്ളാറ്റുകളുടെ സമുച്ചയമാണ്. ABC അങ്ങനെ 3 ഫ്ളാറ്റുകൾ ഇതിനോട് ചേർന്നുണ്ട്. നമ്മുടെ വൈറ്റില മൊബിലിറ്റി ഹബിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുന്ന ഫ്ളാറ്റുകളാണ്. ഇവിടെ BC എന്നീ ഫ്ളാറ്റുകൾ മനുഷ്യവാസ യോഗ്യമല്ല എന്നുള്ളതായിരുന്നു പരാതി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിടക്കുമ്പോൾ മുകളിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്ന് തലവടി വീഴുന്നു.
അങ്ങനെയുള്ള പരാതികൾ തുടങ്ങി ഒരുപിടി പരാതികൾ, നിർമ്മാണത്തിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ പോരായ്മകൾ പോലും പരാതിയായി ഉയർന്നിരുന്നു. ഒടുവിൽ അത് കോടതി ഇടപെട്ടു, സൈന്യം ഇടപെട്ടു, അതിൻ്റെ പരിശോധനകൾ നടന്നു. ഒടുവിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു കെട്ടിടമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അത് നിർമ്മാണത്തിലെ പോരായ്മകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. നിർമ്മാണത്തിലെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് അത് പൊളിച്ചു നീക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കോടതി ഉത്തരവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആ 2 ടവറുകൾ B, C എന്നീ പറയുന്ന ടവറുകൾ പൂർണ്ണമായും പൊളിച്ച് നീക്കണം. അതിന് താമസിച്ചിരുന്ന ആളുകൾക്ക് പകരം സംവിധാനം ഒരുക്കുന്നത് വരെ വാടക നൽകണം. അതിന് ജില്ലാ കളക്ടർ ഇടപെട്ട് സമിതി രൂപീകരിക്കണം. അതിനാണ് 2 ആഴ്ച നൽകിയിരിക്കുന്നത്. SKN ചോദിച്ചതുപോലെ തന്നെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വൈറ്റിലയിലുള്ള ആർമിയുടെ വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നേരത്തെ നമ്മൾ SKN പറഞ്ഞ പോലെ തന്നെ മരടിൽ ഉൾപ്പെടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം? 2 ഫ്ലാറ്റിൻ്റെ പൊളിച്ചു നീക്കുമ്പോൾ A എന്ന് പറയുന്ന സമുച്ചയം അവിടെ അവശേഷിക്കും. അതും അതിനോട് ചേർന്ന് തന്നെയുള്ളതാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അങ്ങനെ ഒരുപിടി ചോദ്യങ്ങളാണ് ഇന്നത്തെ കോടതി ഉത്തരവോടെ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും 2 ഫ്ലാറ്റുകളുടെ ടവറുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പകരം ടവറുകൾ നിർമ്മിക്കാനും അതുവരെ അവിടുത്തെ താമസക്കാർക്ക് മാസ വാടക നൽകാനുമാണ് ഇന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. SKN അതിന്റെ പ്രധാന കവാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു ശ്യാംകുമാർ. എന്തായാലും ചന്ദ്രകുഞ്ഞ് ഫ്ലാറ്റ് പൊളിച്ചു മാറ്റണം എന്ന് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അന്ന് മരടിൽ കണ്ടതുപോലെ ഒരു ചിത്രത്തിന് വീണ്ടും കൊച്ചിക്കാർ സാക്ഷിയാകും എന്നാണ് ഇപ്പോൾ കോടതി വിധി നമ്മോട് വിളിച്ചു പറയുന്നത്.